അച്ഛാ പ്ലീസ് എന്നെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ. ഞാൻ എന്താ മാഡത്തിനോട് പറഞ്ഞെന്ന് അറിയണമെങ്കിൽ ഒന്ന് വിളിച്ചു ചോദിച്ചു നോക്ക്. അങ്ങനെയെങ്കിലും അച്ഛനൊന്ന് വാസ്തവം തിരിച്ചറിയേ. മധുരം പുരട്ടി കള്ളക്കഥ പറയാൻ നിന്നെ പോലെ മറ്റാർക്കും പറ്റില്ല. നീ സ്വന്തം അച്ഛനെ പറഞ്ഞ് ചതിക്കും, ഭർത്താവിനെ കള്ളം പറഞ്ഞ് വിശ്വസിപ്പിക്കും, ചുറ്റുമുള്ളവരെ മുഴുവൻ നീ ഇരുട്ടിൽ നിർത്തും. നീ ഒരു സാധാരണ പെണ്ണല്ലടി, ഒരു സാധാരണ ചിന്തയല്ല നിനക്ക്. എന്തായാലും ഞാൻ സമ്മതിച്ചു. സത്യത്തിൽ ഞാൻ കരുതിയിരുന്നത് ജീവിതത്തിന്റെ അവസാന നാളുകളിൽ പോലും മൈഥിലിയുടെ മുന്നിലേക്ക് നീ പോകില്ല എന്നായിരുന്നു. പക്ഷെ നീ പോയി. പാവം, മൈഥിലി വീണ്ടും നിന്നെ വിശ്വസിച്ചു കാണും. അവർക്കറിയില്ലല്ലോ ആവശ്യം കഴിയുമ്പോൾ വലിച്ചെറിയുകയും പിന്നെ ഇല്ലാതാക്കാൻ നോക്കുകയും ചെയ്യുന്നവളാണ് നീ എന്ന്. അച്ഛാ ഇപ്പോഴും ഞാൻ പറയുന്നു, എനിക്ക് പറയാനുള്ളത്. എനിക്ക് കേക്കണ്ട. മിടുക്കിയാണെങ്കിലേ പരിക്കൊന്നും കൂടാതെ നീ നിന്റെ ദാമ്പത്യം തിരിച്ചെടുത്തോണ്ട് വാ. ഇതെന്റെ വെല്ലുവിളിയായിട്ട് എന്നെ കൂട്ടിക്കോ. എത്ര കിട്ടിയാലും പഠിക്കില്ല എന്ന് വെച്ചാൽ എന്താ ചെയ്യാ? ആവശ്യം വരുമ്പോ എല്ലാവരും ഉപയോഗിക്കും. അത് കഴിയുമ്പോ കറിവേപ്പില പോലെ എടുത്ത് കളയുകയും ചെയ്യും. ചുറ്റുള്ള മനുഷ്യരെ മര്യാദയ്ക്കൊന്ന് മനസ്സിലാക്കിക്കൂടെ? ലക്ഷ്മിയമ്മ ആരോടാ ഈ പറയുന്നത്? ഇവിടെ ഇപ്പൊ ഞാനും നീയോ അല്ലാതെ വേറെ ആരാ ഉള്ളത്? നിന്നോട് തന്നെയാ. അതിന് ഇങ്ങനെയൊക്കെ പറയാൻ ഞാൻ വല്ല കുഴപ്പവും കാണിച്ചോ? കാണിച്ചു. നീ എന്തിനാ പെണ്ണിനെ കാണാൻ പോയത്? അവള് വിളിച്ചപ്പോ എന്തിനു പോയി എന്നാ ചോദ്യം. അവളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവള് തീർത്തോട്ടെ. അതിൽ കയറി നീ ഇടപെടാൻ പോണോ? അതല്ല ലക്ഷ്മിയമ്മേ, അവളങ്ങനെ കരഞ്ഞു പറയുമ്പോ. അവൾ ഇതിനു മുൻപ് കരഞ്ഞിട്ടില്ലേ? കാല് പിടിച്ചിട്ടില്ലേ? അപ്പോഴൊക്കെ നീ സഹായിച്ചിട്ടില്ലേ? അപ്പോഴൊക്കെ നിനക്ക് എന്താ തിരിച്ചു കിട്ടിയിട്ടുള്ളത്? ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടോ? നിന്നെ എന്തുമാത്രം കണ്ണുനീര് കുടിപ്പിച്ചിട്ടുള്ളവളാ അവള്. അതൊക്കെ ശരിയാ. എന്നരുതി ഒരാളോട് സ്ഥിരമായിട്ട് ദേഷ്യം കാണിക്കാൻ പറ്റുമോ? എന്താ കാണിച്ചാല്? നീ മാത്രം എന്തിനാ ഇങ്ങനെ നല്ല മനസ്സും കൊണ്ട് നടക്കുന്നേ? ഇങ്ങോട്ടില്ലാത്തത് അങ്ങോട്ടും വേണ്ട. ദേ, അവളുടെ കാര്യത്തിൽ എങ്ങാനും ഇടപെടാൻ പോയാലേ എന്റെ സ്വഭാവം മാറുവേ. അപ്പൊ അരുണും സ്നേഹയും തമ്മിൽ പിരിഞ്ഞോട്ടെന്നാണോ? അവളുടെ സ്വഭാവം വെച്ച് ഒരു പുരുഷന്റെ കൂടെയും അവൾക്ക് ജീവിക്കാൻ പറ്റില്ല. അവൻ രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ. എന്റെ ലക്ഷ്മിയമ്മേ, ഒരു വേർപിരിയലിന്റെ വിഷമം എന്താന്ന് ജീവിതത്തിൽ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. അതിനി വേറൊരാൾക്ക് സംഭവിക്കില്ലെന്നല്ലേ ആഗ്രഹിക്കുക. മാത്രമല്ല, ഇത് അവളുടെ കാര്യമായിട്ടല്ല ഞാൻ കാണുന്നത്, അരുണിന്റെ കാര്യമായിട്ടാ. അതിൽ നിന്ന് നിന്നെ പറഞ്ഞു തിരുത്തുക ബുദ്ധിമുട്ടാ. ഇപ്പൊ ഈ പോകുന്നതിന് പോലും നിനക്കൊരു തിരിച്ചടി കിട്ടും. കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. അത് നമ്മൾ സഹിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഞാനെന്തു പറയാനാ? ഇനി നീ ചെന്ന് സകലരുടെയും കാല് പിടിച്ച് അവരുടെ ദാമ്പത്യം ശരിയാക്കി കൊടുക്ക. അതൊന്ന് നേരെയാക്കി 2-3 ദിവസം കഴിയുമ്പോ അവള് നിന്നെ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കും. ഇപ്പൊ എനിക്ക് അങ്ങനെ തോന്നിയില്ല. ജീവിതത്തിൽ നിന്ന് അവള് പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്. നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാ മോളെ. നീ ഇനി കരയുന്നത് കാണാൻ പറ്റാഞ്ഞിട്ടാ. അതിന് ഞാൻ ഇനി കരയാതിരുന്നാ പോരെ? ഞാൻ ശ്രദ്ധിച്ചോളാം. നിന്റെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാ ചെയ്യേ. പക്ഷെ മനസ്സിലൊരു അകലം സൂക്ഷിച്ചോണ്ട് മതി എന്ത് കാര്യവും ചെയ്യുന്നത്. അതെന്തായാലും അത്രേ ഉള്ളൂ. പെട്ടെന്ന് ഓടി ചെല്ലുകയൊന്നും വേണ്ട. കുറച്ചൊക്കെ അവള് കരയട്ടെ. കരഞ്ഞു പഠിക്കേണ്ടത് കരഞ്ഞു തന്നെ പഠിക്കണമെന്നാ. ഉള്ളിൽ ഇത്തിരി ക്രൂരതയൊക്കെ ഉണ്ടല്ലോ. എല്ലാവരോടും ഇല്ല, അത് നിന്നെ ദ്രോഹിക്കുന്നവരോട് മാത്രമേ ഉള്ളൂ. കാര്യം എന്താണെന്ന് പറയാൻ പറയൂ രഞ്ജിത്ത്. മാഡം, സിറ്റുവേഷൻ വളരെ മോശമാണ്. നമ്മുടെ ഓഫീസിന് മുമ്പിൽ മിക്കവാറും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. കൊലപാതകത്തിന് ഉത്തരവാദിയായവരെ കണ്ടെത്താതെ ഓഫീസ് പ്രവർത്തനം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നാ അവര് പറയുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ കൊടികുത്താത്ത ഏത് സ്ഥാപനമാണോ ഈ സംസ്ഥാനത്തുള്ളത്? എന്നിട്ട് അതൊക്കെ നടന്നു പോകുന്നില്ലേ? ചങ്കൂറ്റം ഉണ്ടെങ്കിൽ നടക്കും. നേരിട്ട് നടത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കാം.
താൻ എന്ത് കാണിക്കുന്ന പറയുന്നത്? ഇപ്പൊ ഈ പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു കിടക്കേണ്ടത് രണ്ടുപേരുടെ ആവശ്യം. നിങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ അത് കഴിഞ്ഞിട്ടാവാം. ഞാനിപ്പോ എന്ത് ചെയ്യണം? കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണോ? അതോ പോലീസുകാർക്ക് മുമ്പിൽ ഏതെങ്കിലും ഒരു പ്രതിയെ ഹാജരാക്കണോ? ഇത് രണ്ടും തന്നെ കൊണ്ട് നടത്താവുന്നതേ ഉള്ളൂ. ദാറ്റ് മീൻസ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് ഞാനാണെന്ന്. അല്ലാതെ വേറെ ആരാ? രഞ്ജിത്ത്, താൻ ഒരുപാട് നിർബന്ധിച്ചതുകൊണ്ടാ ഞാൻ വന്നത്. എനിക്കിത് കേട്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മായ പ്ലീസ്, ഈ പ്രശ്നങ്ങളെല്ലാം കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുക. അറ്റ്ലീസ്റ്റ് ആ സെക്യൂരിറ്റി എവിടെയാണെന്നെങ്കിലും ഒന്ന് പറ. ഏതായാലും കൊലപാതകം ചെയ്തത് ഞാനല്ലേ. സെക്യൂരിറ്റിയെ കൂടി ഞാൻ കൊന്നു കുഴിച്ചിട്ടു. പ്രശ്നം തീർന്നല്ലോ. നിങ്ങൾ ബുദ്ധിമാനാണ് സാറങ്. എന്റെ ശത്രുവാണ് ഓഫീസിനകത്ത് മരിച്ചു കിടന്നത്. ഒരു ബുദ്ധിമാനെ കൊണ്ടേ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റൂ. തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായവളുടെ തൊഴില് ഒരു കൊലപാതക കുറ്റം കൂടി വന്നാൽ അവൾ ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന് നിങ്ങൾ കണക്ക് കൂട്ടി. ഒന്ന് നിർത്ത്. എനിക്ക് നിന്റെ അത്രയും ക്രിമിനൽ ബുദ്ധിയില്ല. നിങ്ങൾ എന്നോടാണോ ഇത് പറയുന്നത്? നിങ്ങളിലെ ക്രിമിനൽ എത്ര ക്രൂരനാണെന്ന് നേരിട്ട് അറിഞ്ഞവളല്ലേ ഞാൻ. നീ എന്തറിഞ്ഞു എന്നാ പറയുന്നേ? എനിക്കറിയാവുന്നതെല്ലാം അന്വേഷണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് ഞാൻ പറയട്ടെ. പഴയ കഥകള് ഒരുപാടുണ്ട് പറയാൻ. പ്ലീസ്, ഒരു വഴക്കിലേക്ക് കാര്യങ്ങൾ പോകരുത്. പോകുന്നെങ്കിൽ പോകട്ടെടോ. രാഷ്ട്രീയ പാർട്ടികളുടെ സമരം നടക്കട്ടെ. ഓഫീസ് അടച്ചു പൂട്ടുകയാണെങ്കിൽ അതും ചെയ്യട്ടെ. എന്റെ നഷ്ടങ്ങള് എനിക്കൊരു പ്രശ്നമല്ല. അതെനിക്ക് പ്രശ്നമാണ്. അത് നിങ്ങൾ സഹിച്ചോ? എന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത ദിവസം ഞാനുമായിട്ടുള്ള സകല ബന്ധങ്ങളും അവസാനിപ്പിക്കാൻ നിങ്ങൾ തീരുമാനിച്ചില്ലേ? ഇപ്പോ നിങ്ങൾ പ്രശ്നത്തിലാണ് സാറൻ. അത് നിങ്ങൾ ഫേസ് ചെയ്യണം. ചങ്കൂറ്റം ഉണ്ടെങ്കിൽ ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കടന്ന് കാണിക്ക്. അപ്പോ മായാ മഹേശ്വരി തന്നെ അംഗീകരിച്ചു തരാം. മായ വേണ്ട. നിങ്ങളെ കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. അധികം വൈകാതെ ഇതുപോലൊരു ഇരിപ്പ് നമ്മൾ വീണ്ടും ഇരിക്കേണ്ടി വരും. നിങ്ങളുടെ സകല ഗൗരവങ്ങളും അവസാനിച്ച് മായാ മഹേശ്വരിയുടെ കാല് തൊട്ട് യാചിക്കുന്നത് വരെ. അതിനി അധികം സമയമില്ല. ഉടനെ തന്നെ ഉണ്ടാവും. മായ, അവള് തന്നെയാ രഞ്ജിത്ത്. എല്ലാം അവള് തന്നെ ചെയ്തേ. അറിയാം, പക്ഷെ പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ തെളിവില്ല. തെളിവ് മണ്ണാങ്കട്ട. താൻ നോക്കിക്കോ, അവസാനം ഇതൊരു കൊലപാതകത്തിലായിരിക്കും തീരുക. എന്റെ കൈകൊണ്ട് അവളുടെ ജീവൻ എനിക്കെടുക്കേണ്ടി വരും. ഭ്രാന്ത് പറയാതിരിക്കും സാരംഗ്. വേറെ ഏതെങ്കിലും വഴിക്ക് ഇതൊന്ന് തീർക്കാൻ നോക്ക്. എന്താ അരുൺ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞ്? അകത്തേക്ക് വാ. സുഖല്ലെങ്കിൽ വാ. എന്തോ ഒരു ക്ഷീണം പോലെ ഉണ്ടല്ലോ മുഖത്ത്. ഉണ്ട്, ക്ഷീണമുണ്ട്. ഇത്രയും നാള് പ്രായം അത് തന്നില്ല, ഇപ്പോ അനുഭവം അത് തന്നു. മനസ്സിനുള്ള പ്രയാസങ്ങളെ ശരീരത്തിന് തൊടാൻ അനുവദിക്കരുത്. ഭക്ഷണമൊക്കെ കൃത്യസമയത്ത് കഴിക്കണം. സ്നേഹിയില്ലെങ്കിൽ അതോ പുറത്തു പോയോ? ഇല്ല, അവൾ അകത്തുണ്ട്. വിളിക്കാം. സ്നേഹ. അരുൺ, മൈഥിലി മാം അരുണിനെ കണ്ടിരുന്നോ? എന്തെങ്കിലും പറഞ്ഞിരുന്നോ? എനിക്കറിയായിരുന്നു അരുൺ വരുമെന്ന്. എല്ലാം തിരിച്ചറിഞ്ഞ അരുൺ വരുമെന്ന്. സ്നേഹ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല.
ഞാനിപ്പോൾ വന്നത് ഗൗരവമുള്ള വേറൊരു കാര്യം സംസാരിക്കാനാണ്. സ്നേഹ, നമ്മൾ രണ്ടുപേരും ചെറുപ്പമാണ്. എനിക്കിനി ജീവിതത്തിന് മോഹങ്ങളുണ്ടോ എന്ന ചോദ്യത്തിന് യാതൊരു അർത്ഥവുമില്ല. പക്ഷേ സ്നേഹയ്ക്ക് സ്നേഹയുടേതായ മോഹങ്ങളുണ്ട്, താല്പര്യങ്ങളുണ്ട്. നമ്മൾ വെറുതെ തർക്കിച്ച് അതൊന്നും ഇല്ലാണ്ടാക്കി കളയേണ്ട ആവശ്യമില്ലല്ലോ. ഒരു ഡിവോഴ്സിനെ കുറിച്ച് മാന്യമായിട്ട് നമുക്ക് ചിന്തിക്കാം. അരുൺ, ഇതിലെന്താ അത്ഭുതപ്പെടാൻ? വെറുതെ കോടതി വരാന്തകളിൽ നമ്മുടെ ജീവിതം നശിപ്പിക്കേണ്ട എന്നുള്ളൊരു തീരുമാനം. ഞാനതൊന്ന് പറയാൻ വേണ്ടി വന്നതാണ്. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. അരുൺ, പോകരുത് അരുൺ. ഇങ്ങനെ ഒരു തീരുമാനം എടുക്കല്ലേ. അരുണിന് ഏറ്റവും വിശ്വാസമുള്ള ആളല്ലേ മൈഥിലി മാം. അരുൺ ഒന്ന് വിളിച്ചു നോക്ക്, ഒന്ന് സംസാരിച്ചു നോക്ക്. എൻ്റെ ജീവിതത്തിൽ നിന്ന് മൈഥിലി മാമിനെ വെട്ടിക്കളഞ്ഞത് നീയാണ്. അതുവരെ എനിക്ക് കിട്ടിയിരുന്ന സ്നേഹം, ആ കുഞ്ഞുങ്ങളുടേതടക്കം നീ പിഴുതെടുത്ത് കളഞ്ഞു. ഇനി ഞാൻ അവരോട് എന്ത് ചോദിക്കാൻ? സ്നേഹ, ഇത് നീ ആഗ്രഹിച്ചത് തന്നെയാണ്. അല്ലാന്ന് തെളിയിക്കാൻ വേണ്ടി ഈ അവസാന സമയത്ത് എൻ്റെ മുമ്പിൽ നീ ഒരു പ്രകടനം നടത്തുന്നു. അത്രേ ഉള്ളൂ. ഐ എം സോറി. ഇത് ഞാൻ തീരുമാനിച്ച വിഷയമാണ്. അതെങ്ങനെ വേണമെന്ന് മാത്രമേ ഇനി ആലോചിക്കാനുള്ളൂ. അത് വളരെ ലളിതമായ രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും നല്ലത്. അരുൺ, അച്ഛാ, അരുൺ പറഞ്ഞു കേട്ടില്ലേ? അരുണിന്റെ തീരുമാനം കേട്ടില്ലേ? അച്ഛാ, എനിക്ക് അരുണിനെ വേണം. എനിക്ക് അരുണില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഒന്ന് പറ അച്ഛാ. ഇതൊക്കെ മുമ്പേ ആലോചിക്കണമായിരുന്നു. നഷ്ടപ്പെടുമ്പോൾ നിലവിളിച്ചിട്ട് കാര്യമില്ല. അരുണിനോട് റിക്വസ്റ്റ് ചെയ്യാനുള്ള യോഗ്യത പോലും എനിക്കില്ല. കാരണം എന്താണെന്നറിയോ? ഞാൻ നിന്റെ അച്ഛനായി പോയി. നിന്നെ പോലെ വൃത്തികെട്ട് വൃത്തിയുടെ അച്ഛൻ. തൽക്കാലം ഒന്ന് കോംപ്രമൈസ് ചെയ്യാനുള്ള ശ്രമം മായാ മഹേശ്വരി അവസാനിപ്പിച്ചു അല്ലേ? യെസ്, അവള് വാശിയില്ല. എല്ലാം നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ലെന്നുള്ള തീരുമാനത്തിലാ അവള്. ഓ, എന്നെ തോൽപ്പിക്കേ വേണ്ടു. ഇനിയിപ്പോ കൂടുതൽ പ്രകോപനത്തിനൊന്നും നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ പറയുന്നത് സാരെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി മിസ്റ്റർ. ഇതിനൊരു പരിഹാരം പറയൂ. അന്വേഷണം നടക്കുന്ന കേസിൽ പെട്ടെന്നൊരു പരിഹാരം നിർദ്ദേശിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. സത്യത്തിൽ ഇതിപ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം സാരംഗിന്റെ എടുത്തുചാട്ടമാണ്. ഞാനെന്ത് ചെയ്തു? മായാ മഹേശ്വരിയെ തന്റെ ജീവിതത്തിൽ നിന്നും ബിസിനസ്സിൽ നിന്നും ഒഴിവാക്കണമെന്നുള്ള തീരുമാനം നല്ലതായിരുന്നു. പക്ഷേ അത് താൻ അപ്ലൈ ചെയ്ത സ്പീഡ് കൂടിപ്പോയി. പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? ലോകം മുഴുവൻ തട്ടിപ്പുകാരി എന്നറിയപ്പെടുന്ന ഒരുവളെ ഞാൻ ചുമക്കണമായിരുന്നോ? ഇതിനു മുമ്പും ചുമന്നത് സാരംഗ് തന്നെയല്ലേ? തനിക്ക് ഇത്രയും ചിന്തിക്കാൻ ശേഷിയുണ്ടായിട്ടും അവരുടെ കാര്യത്തിൽ തനിക്കതിന് കഴിഞ്ഞില്ല. മറ്റാരും കാണാത്ത ചില ക്വാളിറ്റീസ് സാരംഗ് അവരിൽ കണ്ടു. അതിന്റെ അപകടമാണ് ഇന്ന് തന്നെ ചുറ്റി വരിഞ്ഞിരിക്കുന്നത്. തത്വോപദേശത്തിനായിരുന്നെങ്കിൽ ഞാൻ ഏതെങ്കിലും പുരോഹിതന്മാരെ വിളിക്കുമായിരുന്നു. അതിനൊരു അഡ്വക്കേറ്റിന്റെ ആവശ്യമില്ല. സി സാരംഗ്, എത്രയും പെട്ടെന്ന് ഡിവൈഎസ്പിക്ക് ആ സെക്യൂരിറ്റിയെ കണ്ടെത്താൻ കഴിയട്ടെ എന്ന് കരുതാം. അയാളെ ഇനി വെളിച്ചത്ത് കിട്ടിയാൽ കോടതിയിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഏറ്റു. പോലീസ് പല മാർഗങ്ങളിലൂടെ അവനെ തിരയാൻ തുടങ്ങിയിട്ട് സമയം കുറയായി. ഒരിടത്തും അവന്റെ ഒരു നിഴല് പോലുമില്ല. പിന്തുടരേണ്ടത് മായാ മഹേശ്വരിയെ തന്നെയാണ്. ഒരു കാര്യം മനസ്സിലാക്കൂ സാരംഗ്, താൻ മാത്രമല്ല, ഒപ്പം സർവം നശിക്കണമെന്ന് ആലോചിക്കുന്ന ഒരു പെണ്ണാണ് മായാ മഹേശ്വരി. എന്ത് ചെയ്യുമ്പോഴും ആവേശത്തോടെ ചിന്തിക്കരുത്. 1-2 ആവർത്തി ചിന്തിച്ചതിന് ശേഷം മാത്രമേ പ്രവർത്തിക്കാവൂ. ഓക്കെ. ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പുറത്തു വന്നാ വളരെ ഇമ്മീഡിയറ്റ് ആയി മായയുമായുള്ള പാർട്ണർഷിപ്പ് എനിക്ക് ബ്രേക്ക് ചെയ്യണം. അതിന് കോംപ്രമൈസ് ഇല്ല. താൻ അതിനുള്ള പേപ്പറുകളൊക്കെ ശരിയാക്കി വെച്ചോ. ഐ വിൽ ഫൈറ്റ്. ഓക്കെ. അതിനു മുമ്പ് കൂടുതൽ ദുരൂഹതകളൊന്നും സംഭവിക്കാതിരിക്കട്ടെ. വക്കീലേ,
സാരംഗ് എന്ന കോടീശ്വരനായ ഒരു ബിസിനസ്സുകാരനെയാ നിങ്ങൾ പരിചയപ്പെട്ടത്. പക്ഷെ അതിനു മുമ്പ് തീയിലൂടെ നടന്നൊരു കാലമുണ്ട് എനിക്ക്. അന്ന് ചുറ്റും നിന്നും തീ ഊതി കത്തിച്ചവർ ഒരുപാട് പേരുണ്ട്. വിട്ടുകൊടുക്കാതെ നിന്ന് ഫൈറ്റ് ചെയ്തു. അവരൊക്കെ ചിന്തിച്ചതിനേക്കാളും അപ്പുറം ഞാനെത്തി. എനിക്കിപ്പോഴും അതിനുള്ള മനസ്സുണ്ട്. ദെൻ വിജയം തന്റേതായിരിക്കും, നോ ഡൗട്ട്. ഒരു 4ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞുള്ള കുറച്ചു കാലം അത്രയ്ക്ക് അങ്ങോട്ട് ഓർമ്മയില്ല. അതെന്തായിരുന്നു എന്നറിയോ മക്കളെ? ആ സമയത്താണല്ലോ ഈ പ്രേമമൊക്കെ ഉണ്ടാകുന്നത്. അതൊക്കെ ഓർമ്മയുണ്ടെന്ന് പറഞ്ഞാല് അത് വിശദീകരിക്കേണ്ടി വരില്ലേ? കുട്ടിച്ചന് പ്രേമം ഉണ്ടായിരുന്നോ? നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ? കുട്ടിച്ചപ്പ തന്നെ സുന്ദരനല്ലേ? അപ്പൊ 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോ എന്തായിരിക്കും? ആരെങ്കിലും ഒക്കെ പ്രേമിച്ചിട്ടുണ്ടാവും. ഡാടാ, ഈ വയസ്സാം കാലത്ത് ഇതേ ലക്ഷ്മിയമ്മയെ എനിക്ക് എതിരാക്കുമോ നീ? ഞാൻ എതിരാവുന്നൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിള്ളേരോട് പറഞ്ഞേക്ക്. കേക്കട്ടെ കുട്ടിച്ച, ഒരു രസമല്ലേ? ശരി, പറയാൻ കൊള്ളാവുന്ന ഒരു സംഭവമുണ്ട്. ഓ, മോളും പേരക്കുട്ടികളുമായിട്ട് കുട്ടിച്ചനും ലക്ഷ്മിയമ്മയും സന്തോഷത്തോടെ ഇരിക്കുകയാണല്ലോ. ആ, ഞാൻ വന്നത് ബുദ്ധിമുട്ടായോ? നിനക്കെന്താ ഈ നേരത്തെ ഇവിടെ കാര്യം? ഞാൻ കൊലപാതകയല്ലേ കുട്ടിച്ച? കൊലപാതകയാണെന്ന് തെളിയിക്കണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കൊല്ലണമല്ലോ. അതിനു വേണ്ടി ഇറങ്ങിയതാ. മായ, എന്തിനാ ഈ പാവം മനുഷ്യനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? നീ എന്തിനാ പാതിരാത്രി ഇവിടെ വന്ന് കയറിയിരിക്കുന്നത്? ഡോക്ടർ മൈഥിലിക്ക് ഞാൻ സംസാരിക്കാൻ അവസരം തരാം. എടോ കുട്ടിച്ച, താൻ എന്നെ തൊലച്ചേ അടങ്ങുമല്ലേ? മായമഹേശ്വരി, പുറത്തു പോ. നീ പറയുന്ന ഒരു കാര്യങ്ങളും കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. സാരംഗിന്റെ എന്റെ ഓഫീസിനകത്ത് ഒരുത്തൻ ചത്തുകിടന്നു. പോലീസ് അന്വേഷണത്തില് അതിന്റെ കുറ്റവാളിയെ വ്യക്തമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ കൊന്നത് ഞാൻ തന്നെയെന്ന് താനങ്ങ് തീരുമാനിച്ചു അല്ലേ? ഞാൻ പറയുന്നത് വ്യക്തമായ തെളിവോടെയാണ് കുട്ടിച്ച. കൊലപാതകി ഞാനാണെന്ന് പറയാൻ വേണ്ടി കുട്ടിച്ചൻ മരിച്ചവന്റെ വീട്ടുകാരെ വിളിച്ചിരുന്നില്ലേ? ചോദിച്ചത് താൻ കേട്ടില്ലേ? അവരെന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞിട്ടാണല്ലോ അവരാദ്യം കേസ് കൊടുത്തത്. ആ കുടുംബത്തെ ഞാൻ സമാധാനിപ്പിച്ചു, അല്ലാതെ. ശരി, ആ കുടുംബത്തെ സമാധാനിപ്പിച്ചു. ബാക്കിയുള്ള പരാതിക്കാരുണ്ട്. മായാമഹേശ്വരി നിങ്ങളെ ഇതുപോലെ കൊല്ലും. അതുകൊണ്ട് കൊലപാതകത്തിന്റെ കാരണക്കാരി മായാമഹേശ്വരിയാണെന്ന് പറയാൻ ആവശ്യപ്പെടുവോ? നീയല്ല കൊന്നതെന്ന് പറയാനാണോ ഉദ്ദേശിക്കുന്നത്? പോലീസിനെ നിയമത്തെയൊക്കെ നീ മറികടക്കുമായിരിക്കും. പക്ഷെ എനിക്കറിയാം നീ തന്നെ അത് ചെയ്തത്. അതെ കുട്ടിച്ച, ഞാൻ തന്നെ അത് ചെയ്തത്. ഞാൻ തന്നെയാണ് അയാളെ കൊന്നത്. ഞാൻ ഇപ്പൊ വന്നതും കൊല്ലാൻ തന്നെയാ. എന്നെ കൊല്ലാനുള്ള ചങ്കൂറ്റമൊന്നും നിനക്കുണ്ടാവില്ല. ഉണ്ടെങ്കിലോ? മായ, താൻ എന്തേ കാണിക്കുന്നത്? ലൈസൻസ് എടുത്ത് ഇങ്ങനെയൊന്ന് ഒപ്പിച്ചു വെച്ചത് സത്യത്തിൽ ആരെയും കൊല്ലാനായിരുന്നില്ല. തോറ്റുപോയാൽ സ്വയം ചാവാൻ വേണ്ടിയായിരുന്നു. പക്ഷേ ഇപ്പൊ എനിക്കിതെടുക്കാൻ തോന്നി. ഇയാളുടെ തല തകർക്കണമെന്ന്. കാരണം മായാമഹേശ്വരിയുടെ വീഴ്ചയിൽ ഏറ്റവും പങ്കുള്ളത് ഇയാൾക്കാണ്, ഈ കുട്ടിച്ചന്. കുട്ടിച്ചനൊന്നും ചെയ്യരുത്. നിനക്കപ്പോ അപേക്ഷിക്കാനൊക്കെ അറിയാം. അമ്മയുടെ ഫൈറ്ററല്ലേ? ഞാൻ ഇയാളെ കൊല്ലാൻ പോകുന്നത് എങ്ങനെയെങ്കിലും തടയാൻ പറ്റുമെങ്കിൽ തടയും. ചാകുന്നതിന് മുമ്പ് എന്തെങ്കിലും പറയാനുണ്ടോ കുട്ടിച്ച? എന്നെ കൊന്നതുകൊണ്ട് നീ വിജയിക്കുമെന്ന് കരുതുന്നുണ്ടോ? എന്റെ ജീവന് ഞാൻ അത്ര വിലയൊന്നും കൽപ്പിച്ചിട്ടില്ല. പക്ഷെ നീ ഓർത്തോ മായാമഹേശ്വരി,
നിന്റെ അവസാനം അടുത്തു കഴിഞ്ഞു. മതിയടോ. അവസാന നിമിഷം പോലും എന്നോട് കുരച്ചേ അടങ്ങൂ എന്നുള്ള തന്റെ വാശിയുണ്ടല്ലോ. ദേ, ഇവരുടെ മുമ്പിൽ കിടന്ന് തീരും താൻ. Give me the gun. ആയുധം ചൂണ്ടിയാൽ ആരെയും പേടിപ്പിക്കാം. പക്ഷെ ചൂണ്ടുന്ന ആയുധം കയ്യിലിരിക്കുമെന്ന ഉറപ്പ് വേണം. അതിനുള്ള ഉറപ്പും ധൈര്യവും മനക്കരുത്തും ഒക്കെ വേണമെങ്കിൽ നല്ല കുടുംബത്തിൽ ജനിക്കണം.